PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. GK ടോപ്പിക്കാണ് 10 മണിക്ക്. ദെൻ 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. അപ്പോൾ അതിൽ മാത്സ് LDC LGSന് കോമൺ ആണ്, ഇംഗ്ലീഷും മലയാളവും LDCക്കാർക്ക് മാത്രം. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഓരോ ടോപ്പിക് അനുസരിച്ചിട്ടാണ് ചെയ്തു പോകുന്നത്. പിന്നെ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, അതും ലൈവ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 2 റെക്കോർഡഡ് ക്ലാസ്സും, അങ്ങനെ 4 ക്ലാസ്സാണ് നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സുകൾ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF നോട്ട്സ് എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പോളും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ടെലിഗ്രാം വഴിയാണ് തരുന്നത്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പദമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പര്യായമാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പര്യായ പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ PSC ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്, അതല്ലാതെ നമുക്ക് ഓർത്ത് വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ബേസ് ചെയ്തിട്ടുള്ള പര്യായ പദങ്ങൾ, ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക, നോട്ട്സ് റെഡിയാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുതേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് ഏത്? സൂര്യൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ. സൂര്യൻ എന്ന് പറയുന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ D ആണ്. 4 മാത്രമാണ് പര്യായം അല്ലാത്തത്. ഏതാണ് 4 മാത്രം? സുധാംശു എന്ന് വെച്ചാൽ എന്താണ്? ചന്ദ്രൻ എന്നാണ് അർത്ഥം. ചന്ദ്രന്റെ പര്യായ പദമാണ് സുധാംശു എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സൂര്യന്റെ പര്യായ പദമാണ്. അർക്കൻ, ആദിത്യൻ, മിഹിരൻ, ഇതൊക്കെ എന്താണ്? സൂര്യനാണ്. സൂര്യന്റെ മറ്റു പര്യായങ്ങൾ എന്തൊക്കെയാ? രവി, ദിനകരൻ, ദിവാകരൻ, ഭാസ്കരൻ, തരണി, പകലോൻ, ഇതെല്ലാം എന്താ? സൂര്യന്റെ പര്യായ പദങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദിത്യൻ എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. അർക്കനും നമ്മൾ കേട്ടിട്ടുണ്ട്. ആദിത്യൻ, അർക്കൻ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സൂര്യനാണ്. ദെൻ ദിനകരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിനം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? സൂര്യോദയത്തിലൂടെയാണ് അല്ലേ. സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഒരു ദിനം തുടങ്ങുന്നത്. ആ ഒരു രീതിയിൽ ദിനകരൻ ഓർക്കാം. അതേപോലെ ദിവാകരൻ, ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. അങ്ങനെ നമുക്ക് ദിവാകരൻ വേണമെങ്കിൽ ഓർക്കാം അല്ലേ. പകല് കാണുന്നത് ആരെയാ? പകല് കാണുന്നയാള് സൂര്യനാണ് അല്ലേ. ഇപ്പൊ പകലോൻ എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. ദെൻ തരണി, ഭാസ്കരൻ, രവി, ഇതെല്ലാം എന്താണ്? മിഹിരൻ എന്താണ്? സൂര്യനാണ്. ഓക്കെ, ഓർത്തിരിക്കണം കേട്ടോ. സൂര്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ സൂര്യന്റെ പര്യായ പദങ്ങൾ ഒന്നുകൂടെ പറയാം. അർക്കൻ, ആദിത്യൻ, മിഹിരൻ, രവി, ദിനകരൻ, ദിവാകരൻ, ഭാസ്കരൻ, തരണി, പകലോൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഭൂമിയുടെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏതാ? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയും. ഓപ്ഷൻ D ആണ്, ജനിത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അമ്മയുടെ പര്യായ പദമാണ് ജനിത്രി എന്ന് പറയുന്നത്. ജനിത്രി എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ജനിത്രി. അതുപോലെ ജനയിത്രി അല്ലെ, ജനിത്രി, ജനനി, ഇതെല്ലാം എന്താണ്? അമ്മയുടെ പര്യായമാണ്. അതുപോലെ തന്നെ പ്രസു, തായ, ഇതെല്ലാം എന്താണ്? അമ്മയുടെ പര്യായമാണ്. ജനിത്രി, ജനയിത്രി, ജനനി, പ്രസു, തായ. അപ്പം ഇതൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലേ. ജനിത്രി, ജനിപ്പിക്കുന്നവൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ജനിത്രിയും ജനനിയും എല്ലാം നമുക്ക് ഓർക്കാം. ദെൻ പ്രസു അല്ലേ, പ്രസവിക്കുന്നത് അമ്മമാരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രസു ഓർത്തിരിക്കാം. തായ് പിന്നെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. തായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ധരണി, വസുധ, മേദിനി, ഇതെല്ലാം എന്താണ്? ഭൂമിയുടെ പര്യായ പദമാണ്. മറ്റുള്ള വേർഡ്സും കൂടെ നമുക്ക് നോക്കാം.
ധരിത്രി, ധരിത്രി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ക്ഷോണി, ക്ഷോണി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. പാര്, പാര് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അചല, അചല എന്ന് പറഞ്ഞാലും ഭൂമിയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ ഭൂമിയുടെ പര്യായം? ധരണി, ധരിത്രി, ധരണി, ധരിത്രി, വസുധ, മേദിനി, ക്ഷോണി, പാര്, അജല. ഇതെല്ലാം ഇതാണ് ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, സൂര്യന്റെ പര്യായമല്ലാത്ത പദം. തൊട്ടു മുൻപ് പറഞ്ഞതേ ഉള്ളൂ, സൂര്യൻ എപ്പോഴും ചോദിക്കുന്നതാ. സൂര്യന്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, സൂപവർണി. സൂപവർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപയറ് എന്നാണ് അർത്ഥം. സൂപവർണി കാട്ടുപയറ് എന്നാണ് അർത്ഥം. സൂര്യന്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബ്രധ്നൻ, ഹരിതശ്വൻ, വികർത്തനൻ ഇതൊക്കെ എന്താണ്? സൂര്യന്റെ പര്യായ പദമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് പഠിക്കുക. ബ്രധ്നൻ, ഹരിതശ്വൻ, വികർത്തനൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് സൂര്യനാണ്, സൂര്യൻ. ഓക്കെ, അടുത്ത ചോദ്യം, ഭൂമി എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഭൂമി എന്ന അർത്ഥം വരുന്ന പദം. അപ്പൊ ഇതും നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. ഭൂമിയും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഭൂമിയുടെ അർത്ഥം വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇള. ഇള എന്ന് പറയുന്നതാണ് ഭൂമിയുടെ അർത്ഥം വരുന്നത്. ഭൂമി എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഇള എന്നതാണ് കേട്ടോ, ഇള. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച വേർഡ്സിന്റെ കൂടെ ഇതും കൂടെ ചേർത്ത് വെക്കാം. ഇനി നിഹാരം എന്താ? നിഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ് അർത്ഥം. മഞ്ഞ്, നിഹാരം എന്ന് പറഞ്ഞാൽ മഞ്ഞ്. രത്നാകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം എന്നൊരർത്ഥമുണ്ട്. അതല്ലാതെ നമ്മൾ ഖനി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമുണ്ട്. രത്നാകരം സമുദ്രം അല്ലെങ്കിൽ ഖനി. ദെൻ ഉഡു, ഉഡു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നക്ഷത്രം അല്ലെങ്കിൽ താരം. നക്ഷത്രം, താരം എന്നുള്ളതൊക്കെയാണ് ഉഡു എന്നത് കേട്ടോ. ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രം, താരം, താരകം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പര്യായങ്ങളാണ്. അപ്പൊ നക്ഷത്രത്തിന്റെ പര്യായ പദമാണ് ഉഡു, ഉഡു എന്ന് പറയുന്നത്. മഞ്ഞിന്റെ പര്യായമാണ് നിഹാരം. സമുദ്രത്തിന്റെ പര്യായമാണ് രത്നാകരം. ഇള എന്ന് പറയുന്നത് എന്തിൻ്റെയാ? ഭൂമിയുടെ പര്യായം. ഇള എന്ന് പറയുന്നത് ഭൂമിയുടെ പര്യായമാണ്. മഞ്ഞിന്റെ പര്യായമാണ് നിഹാരം. ദെൻ നക്ഷത്രത്തിന്റെ ഉഡു. സമുദ്രത്തിന്റെ പര്യായമാണ് രത്നാകരം, രത്നാകരം. അടുത്ത ചോദ്യം, കാട്. കാടിന്റെ പര്യായ ശബ്ദം കണ്ടെത്തുക. കാടിന്റെ പര്യായ ശബ്ദം ഓപ്ഷൻ എ ആണ്, അടവി. അടവി എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ്, കാട്. അപ്പോൾ കാടിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? കാടിന്റെ പര്യായ പദങ്ങൾ ഒന്ന് നമ്മൾ പറഞ്ഞു, അടവി എന്ന് പറഞ്ഞാൽ കാടാണ്. അതുപോലെ ആരണ്യം, ആരണ്യം എന്ന് പറഞ്ഞാൽ കാടാണ്. കാനനം, കാനനം കാടാണ്. വിപിനം, വിപിനം കാടാണ്. കാന്താരം, കാന്താരം കാട്. ഓക്കെ, അപ്പൊ അടവി, ആരണ്യം, കാനനം, വിപിനം, കാന്താരം ഇതെല്ലാം കാടിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്? കന്ധരം. കന്ധരം എന്ന് വെച്ചാൽ കഴുത്ത്, കഴുത്തിന്റെ പര്യായ പദമാണ് കന്ധരം എന്ന് പറയുന്നത് കേട്ടോ. കന്ധരം കഴുത്തിന്റെ പര്യായ പദമാണ് കന്ധരം എന്ന് പറയുന്നത്. വാബി, വാബി എന്ന് വെച്ചാൽ പൊയ്ക എന്നതാണ് അർത്ഥം. പൊയ്ക, പൊയ്ക. ദെൻ പാദപം, പാദപം എന്ന് വെച്ചാൽ വൃക്ഷം, വൃക്ഷത്തിന്റെ പര്യായ പദമാണ്. അപ്പൊ ഇതില് ഈ കഴുത്തിന്റെ പര്യായവും വൃക്ഷത്തിന്റെ പര്യായവും എപ്പോഴും ചോദിക്കുന്നതാണ്. കഴുത്തിന്റെ പര്യായമാണ് കന്ധരം എന്ന് പറഞ്ഞു. മറ്റ് വേർഡുകൾ എന്തൊക്കെയാ? കണ്ഠം, കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്താണ്, ഗ്രീവയാണ്. ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ശിരോധി എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ശിരോധി, ശിരോധി കഴുത്താണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. നമുക്ക് കണ്ഠം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നീലകണ്ഠൻ എന്ന് പറയില്ലേ നമ്മൾ, നീല കളറോട് കൂടിയ അല്ലെ നീല കഴുത്തോട് കൂടിയവനാണ് നീലകണ്ഠൻ. ശിവനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കണ്ഠം നമുക്ക് ഓർക്കാം. ഗളം, ഗളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഗാർഗിൾ ചെയ്യും അല്ലെ, ചൂടുവെള്ളമൊക്കെ വെച്ച് നമ്മൾ ഗാർഗിൾ ചെയ്യും. അപ്പോൾ ഗാർഗിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗളകളാന്നുള്ളൊരു ശബ്ദമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ കഴുത്തിൽ നിന്നാണ് എന്നുള്ള രീതിയിലൊക്കെ തൊണ്ടയും കഴുത്തൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗളം നമുക്ക് കിട്ടും. പിന്നെ ഗ്രീവ, ഗ്രീവ, ഗ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രീൻ ടീ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ തൊണ്ടയിലൂടെ, അതായത് കഴുത്തുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഗ്രീവ എന്നുള്ളത് കിട്ടും. ദെൻ ശിരോധി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ പര്യായ പദങ്ങളാണ് കന്ധരം, കണ്ഠം, ഗളം, ഗ്രീവ, ശിരോധി എന്നിവ. ദെൻ വൃക്ഷം, വൃക്ഷത്തിന്റെ പര്യായമാണ് പാദപം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തരു എന്ന് വെച്ചാൽ വൃക്ഷമാണ്.
ദ്രുമം എന്ന് വെച്ചാൽ വൃക്ഷമാണ്. ശാഖി എന്ന് വെച്ചാൽ വൃക്ഷമാണ്. വിടപി എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ് കേട്ടോ. എന്തൊക്കെയാണ്? പാദപം, പാദപം എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. ദെൻ തരു വൃക്ഷമാണ്. ദ്രുമം വൃക്ഷം. ശാഖി എന്ന് പറഞ്ഞാൽ വൃക്ഷം. വിടപി എന്ന് പറഞ്ഞാലും വൃക്ഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? നദിയുടെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ഡി ആണ്, പയോദമാണ്. പയോദം. പയോദം എന്ന് വെച്ചാൽ മേഘമാണ്. മേഘം, മേഘത്തിന്റെ പര്യായ പദമാണ് പയോദം എന്ന് പറയുന്നത് കേട്ടോ. മേഘത്തിന്റെ പര്യായ പദമാണ് പയോദം. അപ്പൊ ബാക്കി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ധുനി എന്ന് പറയുന്നത് എന്താണ്? നദിയാണ്. നദി. ഓക്കെ, ഇപ്പൊ നദിയാണ്. ദ്വീപവതി, സ്രോതസ്, ധുനി ഇതെല്ലാം നദിയാണ്. അപ്പൊ നദിയുടെ മറ്റു പര്യായങ്ങൾ പറയാം. സരിത്ത്, സരിത്ത് എന്ന് പറഞ്ഞാൽ നദിയാണ്. നിർഝരി എന്ന് പറഞ്ഞാൽ നദിയാണ്. നിർഝരി. ആപക നദിയാണ്. തരംഗിണി നദിയാണ്. തടിനി എന്ന് പറഞ്ഞാൽ നദിയാണ്. ധുനി നമ്മൾ പറഞ്ഞു. ദെൻ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ആപക എന്ന് പറഞ്ഞാൽ നദിയാണ്. അപ്പോൾ നമുക്ക് ഈ നദിയിലൊക്കെ എന്താണ്, നദിയുടെ ഒഴുക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആപത്താണ് അല്ലേ. അപ്പോൾ ആപത്ത് വരും. നദിയിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആപത്ത് വരും എന്നുള്ള രീതിയിൽ ആപക എന്നത് ഓർക്കാം. തരംഗിണി, നമ്മളിപ്പോൾ എന്താ ഒരു ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നദിയൊക്കെ വരയ്ക്കാൻ വേണ്ടി എങ്ങനെ ഒരു തരംഗ രൂപത്തിലൊക്കെയാണ് നമ്മൾ നദിയൊക്കെ വരയ്ക്കുക. ആ ഒരു രീതിയിൽ തരംഗിണി നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ തടിനി ഓർത്തിരിക്കുക കേട്ടോ. തടിനി. വേറൊരു തടിനിയുണ്ട്. ദേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതും ഒരു തടിനിയാണ്. ഈ തടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൺപാത്രം എന്നാണ് അർത്ഥം. ഈ തടിനി എന്താണ്? മൺപാത്രമാണ്. ഈ ഡായാണെന്നുണ്ടെങ്കിൽ ഇത് നദി എന്നാണ് അർത്ഥം. ഈ തടിനി നദി, ഇതാണെങ്കിലോ മൺപാത്രം. അപ്പോൾ ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നരയൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? നരയൻ സിനിമയിൽ ഈ നദിയിലൂടെ തടിയൊക്കെ ഒഴുകി വരുമ്പോൾ അത് പിടിക്കും അല്ലേ. അപ്പോൾ ഈ തടിയൊക്കെ പിടിക്കുന്നത് നദിയിൽ നിന്നാണ്. നദിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന തടികളൊക്കെ പിടിക്കാറുണ്ട്. അപ്പം തടി, തടിനി, നദിയിൽ വരുന്നതാണ് തടി. തടി എവിടെയാണ്? നദിയിലൂടെ വരുന്ന തടീനെയൊക്കെയാണ് നമ്മൾ പിടിക്കുന്നത് അല്ലേ. മോഹൻലാൽ പിടിക്കുന്ന കണ്ടിട്ടില്ലേ നരയൻ സിനിമയിൽ. അപ്പം തടി ഒഴുകി വരുന്നത് നദിയിലൂടെ. അപ്പം ഈ തടിനിയാണ് നദി എന്ന് പറയുന്നത്. ഈ തടിനി എന്താ? അത് മൺപാത്രം എന്നുള്ളതാണ് കേട്ടോ, തടിനി. ഓക്കെ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ശാരിക എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദമേത്? ശാരിക എന്ന വാക്കിന്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇപ്പൊ ശാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കിളി. ഓക്കെ, മൈന, കിളി, കീരം, ശുഗം ഇതെല്ലാം എന്താണ്? കിളി എന്നതിന്റെ പര്യായ പദമാണ് ഈ പറയുന്നതെല്ലാം. കീരം, ശുഗം എന്നൊക്കെ പറയുന്നത്. ചകോരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പൻ എന്നൊക്കെ പറയില്ലേ, ഉപ്പൻ. ഉപ്പൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ചകോരം, ഈ ചെമ്പോത്ത് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ചകോരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കി ശാരിക, കീരം, ശുഗം, കിളി ഇതൊക്കെ ഒരേ മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? കണ്ടോ, വീണ്ടും ചോദിച്ചു നദി എന്ന് പറയുന്നത്. സൂര്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതുപോലെ തന്നെ, ഭൂമി ചോദിച്ചതുപോലെ തന്നെ നദി ചോദിക്കുന്നുണ്ട്. നദിയുടെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നദി, നദിയിലൂടെ എന്താ ഒഴുകി വരുന്നത്? തടിയാണ് അല്ലെ, തടി. അപ്പൊ തടിനി, തടിനിയാണ് നദിയുടെ പര്യായം. പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. അടുത്തത് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ? തളിമം. തളിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തളിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിൽ എന്നാണ് അർത്ഥം. ഓക്കെ, കട്ടിൽ. തളിമം കട്ടിൽ എന്നാണ് അർത്ഥം. കട്ടിലിന്റെ പര്യായമാണ് തളിമം. അതുപോലെ തന്നെ മഞ്ചം, അതുപോലെ പര്യങ്കം, അതുപോലെ തന്നെ തലിനം. ഇതെല്ലാം എന്താണ്? കട്ടിലാണ് കേട്ടോ. ഈ തലിനം, തളിമം, കട്ടിൽ, പര്യങ്കം, മഞ്ചൽ ഇതെല്ലാം എന്താണ്? മഞ്ചം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കട്ടിലിന്റെ പര്യായങ്ങളാണ്. മഞ്ചം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പര്യങ്കം പഠിച്ചിരിക്കുക. പര്യങ്കം, തലിനം, തലിനം, തളിമ, മഞ്ചം, പര്യങ്കം ഇതെല്ലാം കട്ടിലിന്റെ പര്യായങ്ങളാണ്. ഇനി സൈകതം. സൈകതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽത്തിട്ട. മണൽത്തിട്ട, മണൽത്തിട്ടയുടെ പര്യായമാണ് സൈകതം. അതുപോലെ പുളിനം, പുളിനം എന്നും പറയും. പുളിനം. ഓക്കെ, അപ്പൊ പുളിനം, സൈകതം ഇതൊക്കെ എന്താണ്? മണൽത്തിട്ടയുടെ പര്യായങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ കട്ടിലിന്റെ പര്യായമാണ് തളിമം, തലിനം, മഞ്ചം, പര്യങ്കം. സൈകതം എന്ന് പറഞ്ഞാൽ മണൽത്തിട്ട. മണൽത്തിട്ടയുടെ പര്യായമാണ് സൈകതവും പുളിനവും. ഓക്കെ, സൈകതം,
പുളിനം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായം അല്ലാത്തത് ഏത്? ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ് കാക്ക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ഡി ആണ്, വിശ്വകേതു. വിശ്വകേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടോ? അനിരുദ്ധൻ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥമാണ് വിശ്വകേതു. അതുപോലെ തന്നെ ഉഷാപതി എന്നൊക്കെ പറയും. ഉഷാപതി, ഋഷ്യകേതു അല്ലെങ്കിൽ ബ്രഹ്മസു എന്നൊക്കെ പറയും. ഓക്കെ, ബ്രഹ്മസു ഒരു ഹിന്ദു പേര്, ആ ഒരു രീതിയിലാണ്. അനിരുദ്ധൻ എന്നതിന്റെ സമാനാർത്ഥം വരുന്നതാണ് വിശ്വകേതു, ഉഷാപതി, ഋഷ്യകേതു, ബ്രഹ്മസു എന്നൊക്കെ പറയുന്നത്. ബാക്കിയെല്ലാം കാക്കയുടെ പര്യായ പദങ്ങളാണ്. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വായസം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. അരിഷ്ടം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. അതുപോലെ തന്നെ കാകൻ എന്ന് പറഞ്ഞാൽ കാക്കയാണ്. കരടം എന്ന് പറഞ്ഞാൽ കാക്കയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഓർക്കാം അല്ലേ. ഏകദൃഷ്ടി എന്ന് പറയുമ്പോൾ ചില കാക്കകളൊക്കെ ഇങ്ങനെ ഒറ്റ കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദൃഷ്ടി നമുക്ക് ഓർക്കാം. പിന്നെ നമ്മൾ ബലിയിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൈ കൊട്ടിയിട്ട് വിളിക്കുന്ന ആരെയാണ്? കാക്കയല്ലേ വിളിക്കുന്നത്. അപ്പോൾ ബലിയിടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് കാക്ക എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാം. പിന്നെ വായസം നമുക്ക് എങ്ങനെ ഓർക്കാം? നമുക്കറിയാം ഈ കാക്കയ്ക്ക് എന്താണ്, ബലിയൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ചോറും ഉരുളയൊക്കെ വെക്കാറുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പായസവും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ബലിയിടുമ്പോൾ കേട്ടോ. പിന്നെ അരിയൊക്കെ കാക്കകളൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അരി ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർത്താൽ മതി. കാക്കയ്ക്ക് അരി ഇഷ്ടമാണ്, സോ അരിഷ്ടം. പിന്നെ കാകൻ നമുക്കറിയാം. കരടം അല്ലേ, കാക്കയുടെ ശബ്ദം നമുക്കറിയാം. കാന്ന് കരയുമ്പോൾ ഭയങ്കര കരകരാന്നുള്ള ശബ്ദമാണ് അല്ലേ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ കരടം എന്നുള്ളത് കാക്കയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ വായസം, അരിഷ്ടം, കാകൻ, കരടം, ബലിഭുക്ക്, ഏകദൃഷ്ടി, ചിരഞ്ജീവി ഇതെല്ലാം എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം, മേഘം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? മേഘത്തിന്റെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, കാഞ്ചി. കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ തോക്കിൻ്റെയൊക്കെ കാഞ്ചി വലിക്കുക എന്നൊക്കെ പറയില്ലേ, ആ കാഞ്ചി തന്നെയാണ് ഈ കാഞ്ചിയും. പിന്നെ ബാക്കിയെല്ലാം ഘനം, അഭ്രം, വാരിതം ഇതെല്ലാം എന്താണ്? മേഘത്തിന്റെ പര്യായമാണ് കേട്ടോ. വാരിതം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അഭ്രം, ഘനം, അതുപോലെ തന്നെ മുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘമാണ്. അതുപോലെ തന്നെ ജലദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ജലധാരം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ജലധരം മേഘമാണ്. ഘനം നമ്മൾ പറഞ്ഞു. അമ്പുദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. ഘനാഘനം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പം മുകിൽ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. നീ മുകിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം മേഘമാണ്. മുകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. ജലദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പോൾ മേഘത്തിൽ നിന്നൊക്കെയാണ് ജലം അല്ലെ, മഴയൊക്കെ പെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ജലദം ഓർക്കാം. ജലധരം അങ്ങനെ തന്നെ ഓർക്കാം. അമ്പുദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അംബുജം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ താമരയാണ് അർത്ഥം. ഓക്കെ, അമ്പുദം എന്ന് പറഞ്ഞാൽ മേഘമാണ്. അംബുജം ആയി കഴിഞ്ഞാൽ അത് താമര. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ദമ്മും ജമ്മും കൂടെ മാറാതിരിക്കാൻ. ജം എന്ന് പറയുമ്പോൾ ജലത്തിൽ വളരുന്നത് എന്താ? താമര. ജലത്തിൽ ഇങ്ങനെ പാറിക്കിടക്കുന്നതാണ് താമര അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ അമ്പുദം എന്ന് പറഞ്ഞാൽ മേഘം, അംബുജം എന്ന് പറഞ്ഞാൽ ജലം. അതേപോലെയാണ് വാരിതം എന്ന് പറഞ്ഞാൽ മേഘമാണെന്ന് നമ്മൾ പറഞ്ഞു. വാരിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമരയാണ്. അപ്പൊ ഇവിടെ ദമ്മ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മേഘവും, ജമ്മിലാണ് അവസാനിക്കുന്നെങ്കിൽ അത് താമരയുമായിരിക്കും. അപ്പൊ അമ്പുദം മേഘം, അംബുജം താമര. വാരിതം മേഘം, വാരിജം താമര. ഓക്കെ, അപ്പൊ ജലദം എന്ന് പറയുന്നത് എന്താ? മേഘമാണ്. അപ്പൊ ജലജം എന്ന് പറയുന്നത് എന്താണ്? അത് താമര. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഓർത്തിരിക്കുക. അടുത്തത്, താഴെ പറയുന്നതിൽ പര്യായമല്ലാത്ത പദം ഏത്? പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് കാനനം, ആനനം, വിപിനം, ആരണ്യം. ഇതിൽ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു. കാനനം, വിപിനം, ആരണ്യം ഇതൊക്കെ എന്താ? കാടിന്റെ പര്യായമാണ് അല്ലേ, കാട്. എന്നാൽ ആനനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്തിന്റെ പര്യായമാണ് ആനനം. മുഖത്തിന്റെ മറ്റു പര്യായങ്ങളാണ് വദനം, അതുപോലെ തന്നെ വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ആസ്യം. ആനനം, വദനം, വക്ത്രം, ആസ്യം എന്നൊക്കെ പറയുന്നത് എന്താണ്? മുഖമാണ്. മുഖം.
അടുത്ത ചോദ്യം, അഗ്നി അതിൻ്റെ പര്യായ പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്നിയുടെ പര്യായ പദം. അഗ്നിയുടെ പര്യായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അനലൻ. അനലൻ. അപ്പോൾ ഇവിടെ ഒരു അനിലൻ ഉണ്ട് അല്ലേ, അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അഗ്നിയാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാൻ എങ്ങനെ ഓർക്കാം, ഇവിടെ അനിലൻ എന്നാണ്, ഇവിടെ അനാലൻ എന്നാണ്. അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ നമുക്ക് തീ അല്ലേ, അപ്പം കനൽ എന്നുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം കനൽ എന്ന് പറയുമ്പോൾ എന്താണ്, കനല് എന്ന് പറയുമ്പോൾ നായും ലായും അല്ലേ വരുന്നത്, കനല് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഈ നായും ലായും വന്നു കഴിഞ്ഞാൽ അത് അഗ്നിയാണ്. അവിടെ വള്ളി ഉണ്ടെങ്കിൽ അത് കാറ്റാണ്. ഓക്കെ, അപ്പം കനല് എന്ന് പറയുന്ന പോലെ അനലൻ ആണ് അഗ്നി വരുന്നത്, അനിലൻ കാറ്റാണ് എന്നുള്ളത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഓർത്തിരിക്കാം. അതേപോലെ തന്നെ പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ഇവിടെ അഗ്നിയെ പറയുന്നതാണ് പാവകൻ. പാവകൻ. പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, പാവകൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അഗ്നിയാണ്, അഗ്നി. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇവിടെ പവനൻ അല്ലേ, അപ്പോൾ ഇവിടെ വന എന്നുണ്ട് അല്ലേ, വന. അപ്പോൾ നമുക്ക് കാറ്റൊക്കെ കിട്ടണമെങ്കിൽ നല്ല വനം അല്ലേ, വനത്തിൻ്റെ ഏരിയയിലേക്ക്, അതായത് നല്ല കാട് മരങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ. വനം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് നല്ല കാറ്റൊക്കെ കിട്ടുക. അപ്പോൾ പവനൻ എന്ന് പറഞ്ഞാൽ കാറ്റും, പാവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അഗ്നിയുമാണ്, അഗ്നി. ഓക്കെ, അപ്പോൾ അതങ്ങനെ തെറ്റിക്കാതിരിക്കുക കേട്ടോ. പിന്നെ അഗ്നിയുടെ മറ്റ് വേർഡുകളാണ് ഏതൊക്കെ, ഈ പറയുന്ന ഏതാണ്, പാവകൻ നമ്മൾ പറഞ്ഞു, അനലൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വഹ്നി. വഹ്നി എന്ന് പറഞ്ഞാൽ എന്താണ്, അതും അഗ്നിയാണ്. വഹ്നി എന്ന് പറഞ്ഞാൽ അനലൻ, പാവകൻ, ഇതൊക്കെ എന്താണ്, അഗ്നിയാണ്, അഗ്നി. കാറ്റിൻ്റേത് അനിലൻ, പവനൻ എന്ന് പറഞ്ഞു. പിന്നെ മാരുതൻ. മാരുതൻ എന്ന് പറഞ്ഞാലും കാറ്റാണ്, നമ്മൾ മന്ദമാരുതൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ മാരുതൻ എന്താ, കാറ്റ്. അടുത്തത്, കണ്ണാടി എന്ന പദത്തിന് പര്യായമായി പറ്റാത്തത് ഏതാണ്? കണ്ണാടിയുടെ പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. മുകുളം, കാർമുഖം, ഇത് രണ്ടുമാണ് കണ്ണാടിയുടെ പര്യായം അല്ലാത്തത്. ഇപ്പോഴും ചോദിക്കുന്നതാണ് കണ്ണാടി കേട്ടോ. അപ്പോൾ എന്താണ് കണ്ണാടിയുടെ പര്യായങ്ങൾ? ദർപ്പണമുണ്ട്, ആദർശമുണ്ട്. ദർപ്പണം, ആദർശം, ഇത് രണ്ടും കണ്ണാടിയുടെ പര്യായമാണ്. ഒരെണ്ണവും കൂടി ഉണ്ട്, മുകുരം. മുകുരം. അപ്പോൾ നമ്മൾ ദർപ്പണം നമുക്കറിയാം, കേട്ടിട്ടുണ്ട് അല്ലേ. ബാക്കി ആദർശവും മുകുരവും കണ്ണാടിയാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്കറിയാം, ഇപ്പം നമ്മുടെ മുഖത്തൊരു കുരു വന്നു എന്ന് വിചാരിക്കാം, മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ണാടിയിൽ നോക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ മുഖക്കുരു മുകുരമായിട്ടൊന്ന് കണക്ട് ചെയ്യാം, മുഖക്കുരു മുകുരമായിട്ട് കണക്ട് ചെയ്യാം, മുകുരം കണ്ണാടി. പിന്നെ ആദർശം എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് ഒരാളുടെ മുമ്പിൽ വലിയ കാര്യമായിട്ട് അഭിപ്രായം ഒന്നും പറയാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? അവർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഭയങ്കര ആദർശമൊക്കെ പ്രസംഗിക്കും. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ, പുറത്ത് പോയിട്ടൊന്നും പറയാൻ പറ്റാത്തവർ അവരതെങ്ങനെ തീർക്കുന്നേ? കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഭയങ്കരമായിട്ട് ആദർശമൊക്കെ പറഞ്ഞു തീർക്കും അല്ലേ. അപ്പോൾ ആദർശം പറയുന്നത് കണ്ണാടിയുടെ മുമ്പിലാണെന്നും മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നോക്കുന്നത് കണ്ണാടിയിലോ ആണെന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ആദർശം, മുകുരം നമുക്ക് കിട്ടും. ദർപ്പണം ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ കണ്ണാടിയുടെ പര്യായം പഠിച്ചില്ലേ. ഇനി ബാക്കി മുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്നൊരു അർത്ഥമുണ്ട്. അതല്ലാതെ വിടരാനായിട്ട് നിൽക്കുന്ന പൂമൊട്ടുണ്ടല്ലോ, വിടർന്നു തുടങ്ങിയ പൂമൊട്ടിന് നമ്മൾ മുകുളം എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ ആത്മാവ് എന്നൊരു അർത്ഥമുണ്ട്. കാർമുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വേപ്പ്, മുള എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മഴവില്ല് എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വേപ്പ്, മഴവില്ല് എന്ന അർത്ഥമൊക്കെ വരുന്ന വാക്കാണ് കാർമുകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത്. കണ്ണാടിയുടെ പര്യായം അല്ലാത്തതാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ആദർശം പറയുന്നത് കണ്ണാടിയുടെ മുമ്പിലാ, മുഖക്കുരു നോക്കുന്ന കണ്ണാടിയിലാണെന്നൊക്കെ പറഞ്ഞു. ദെൻ ദർപ്പണം നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാക്കി ഏതാ ഇല്ലാത്തത്? കർപ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയോട് അതുപോലെ തന്നെ കപാലം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, കർപ്പരം തലയോടിന്റെ പര്യായമാണ് കർപ്പരം, കപാലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്തോളൂ. കർപ്പരം എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കാറ് ഏതെങ്കിലും പാലത്തിലൊക്കെ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയോട് പോകും എന്ന് ഓർത്താൽ മതി. ഓക്കെ, കാറ് പാലത്തിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയോട് പോകും. അപ്പോൾ കർപ്പരം, കപാലം, തലയോട്, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് തവള എന്ന പദത്തിന്റെ പര്യായ പദം കണ്ടെത്തി എഴുതുക. തവളയുടെ പര്യായ പദം എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദർധുരം ആണ് കേട്ടോ. ദർധുരം എന്ന് പറഞ്ഞാൽ തവളയാണ്.
തവളയുടെ മറ്റു പര്യായങ്ങളാണ് മണ്ടൂകം. മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവളയാണ്. ഭേഗം, ഭേഗം എന്ന് പറഞ്ഞാൽ തവളയാണ്. അതുപോലെ തന്നെ ഹരി, ഹരി ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കൂപമണ്ടൂകം, കിണറ്റിലെ തവള, കൂപമണ്ടൂകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ടൂകം നമുക്കറിയാം തവളയാണെന്ന്. ഹരി നമുക്ക് ഓർക്കാം. ഹരി എന്ന് വെച്ചാൽ എന്താണ്? ഹരിതം, പച്ച. അപ്പോൾ പച്ചത്തവള എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ഹരി തവളയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഭേഗം, പേക്കോം പേക്കോം എന്നൊക്കെയാണ് കരയ തവള അല്ലേ? പേക്കോം പേക്കോം എന്നൊക്കെ കരയും എന്നുള്ള രീതിയിൽ ഭേഗം ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തവളയുടെ പര്യായങ്ങൾ പഠിച്ചു. ഇനി ഇവിടെ തന്നിട്ടുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഗർദഭം, ഗർദഭം എന്ന് പറഞ്ഞാൽ കഴുതയാണ് കേട്ടോ. കഴുത, ഗർദഭം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുതയാണ്, കഴുത, കഴുത. ദെൻ വാരണം, വാരണം എന്ന് വെച്ചാൽ എന്താണ്? വാരണം ആനയാണ് കേട്ടോ. ആനയുടെ പര്യായമാണ് വാരണം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഈ ആനയൊക്കെ എന്താണ്, നമ്മൾ കഴിക്കുന്ന പോലെയാണോ? അല്ല, അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്ര വേണേലും ഇങ്ങനെ വാരിയെടുക്കുക അല്ലേ? ചോറ് ഉരുളയാണെങ്കിലും എന്താണ്, ഒരു കൊല പഴമാണെങ്കിലും വലിയ വട്ടയൊക്കെ ആണെങ്കിലും ഇങ്ങനെ വാരിയെടുക്കാൻ പറ്റുന്നതാണ് ആനയുടെ തുമ്പിക്കൈയൊക്കെ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. വാരണം ആന, ഗർദഭം കഴുത. പിന്നെ കമഠം, കമഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമയാണ്, ആമ. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ഈ ആമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചട്ടി കമഴ്ത്തി വെച്ചതുപോലെയാണ് ഇരിക്കുക അല്ലേ? അപ്പം ഇങ്ങനെ കമഴ്ത്തി വെച്ച പോലെ ഇരിക്കുന്ന സാധനമാണ് ആമ. അങ്ങനെ ഓർത്താൽ മതി. കമഠം, കമഠം എന്ന് പറഞ്ഞാൽ ആമയാണ് എന്നത് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് കുറുക്കൻ്റെ പര്യായ പദം അല്ലാത്തത്. കുറുക്കൻ്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, കാണ്ഡനാണ്. കാണ്ഡൻ, കാണ്ഡൻ എന്ന് വെച്ചാൽ നിന്ദ്യൻ എന്നാണ് അർത്ഥം. നിന്ദ്യൻ, നിന്ദ്യൻ എന്ന് പറയുന്ന അർത്ഥം വരുന്നതാണ് കാണ്ഡൻ എന്ന് പറയുന്നത്. ബാക്കി ജംബുകൻ, ഊളം, ജംബുകം, ഊളൻ, കുറുനരി ഇതൊക്കെ എന്താണ്? കുറുക്കൻ്റെ പര്യായമാണ്. ഇതൊക്കെ SCRT ബേസ്ഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറുക്കൻ്റെ ബാക്കിയുള്ള പര്യായങ്ങളും കൂടെ പറയാം. ഗോമായു, ഗോമായു എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. അതുപോലെ ശൃഗാലം, ശൃഗാലം എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ക്രോഷ്ടാവ്, ക്രോഷ്ടാവ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ഫേരവം എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ഫേരു എന്ന് പറഞ്ഞാലും കുറുക്കനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ട് കുറുക്കൻ്റെ പര്യായമാണ് ജംബുകം. ജംബുകം നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഓർക്കാം. നമ്മൾ പറയില്ലേ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ കിട്ടാത്ത മുന്തിരിക്ക് വേണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്ത് ചാടി ചാടി ഇങ്ങനെ മുന്തിരി കടിക്കാനായിട്ട് നോക്കുന്ന ഒരു കുറുക്കൻ്റെ ചിത്രമൊക്കെ നമ്മൾ പണ്ട് ബാലരമയിലും അല്ലാതെ എന്താണ് പുസ്തകത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് മുന്തിരിയൊക്കെ കടിച്ചെടുക്കാൻ നോക്കുന്ന കുറുക്കനെ ഓർക്കാം. അപ്പോൾ ജമ്പ് ചെയ്ത് ജംബുകം ഓർക്കാം. പിന്നെ ഊളൻ, ഊളൻ എന്ന് പറയുന്ന പേര് വരുന്നത് തന്നെ നമുക്കറിയാം കുറുക്കൻ ഇങ്ങനെ ഊളിയിടും അല്ലേ? എന്ന് പറഞ്ഞിട്ട് ഊളിയിടും അല്ലേ? രാത്രി കാലങ്ങളിലൊക്കെ കുറുക്കൻ കിടന്ന് ഇങ്ങനെ ഊളിയിടും. അപ്പോൾ ഊളിയിടുന്നത് കൊണ്ടാണ് അതിനെ ഊളൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറുനരി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഗോമായു, ഇപ്പം നമ്മൾ പറഞ്ഞു ജമ്പ് ചെയ്ത് മുന്തിരിയൊക്കെ കടിച്ച് തിന്നാൻ വേണ്ടി നോക്കുന്ന കുറുക്കൻ. അത് കിട്ടാണ്ടാവുമ്പോൾ അത് എന്ത് ചെയ്യും? അത് ഗോ അല്ലേ? പോകും അല്ലേ? കുറേ ചാടി മതിയാവുമ്പോൾ ആൾ പോകും. ഇപ്പം ജമ്പ് ചെയ്ത് മതിയാവുമ്പോൾ പോകുന്ന കുറുക്കനെ ഓർത്താൽ മതി. അപ്പോൾ ഗോമായു, ജംബുകം അതൊക്കെ എന്താണ്? കുറുക്കനാണ്. പിന്നെ ശൃഗാലം, ശൃഗാലം എന്ന് പറയുന്നത് എന്താണ്? കുറുക്കനാണ്. അപ്പോൾ കുറുക്കൻ നമുക്കറിയാം എന്താണ്, കുറച്ച് കുബുദ്ധിയൊക്കെ ഉള്ള ആളാണ് അല്ലേ? കുബുദ്ധിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് ഭയങ്കരമായിട്ട് ശൃംഗരിച്ച് സംസാരിക്കും അല്ലേ? ശൃഗാലം, ശൃംഗരിച്ച് സംസാരിക്കുക എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കുറുക്കൻ മറ്റുള്ളവരോട് ഭയങ്കര സാമർത്ഥ്യത്തോടു കൂടി കുറച്ച് കുബുദ്ധിയുള്ള ആളല്ലേ? അപ്പോൾ ശൃംഗരിച്ച് സംസാരിക്കും എന്നുള്ള രീതിയിൽ ശൃഗാലം എന്ന് ഓർക്കുക. പിന്നെ ക്രോഷ്ടാവ്, ക്രോഷ്ടാവ് എന്ന് പറയുന്നത് കുറുക്കനാണ് കേട്ടോ. ക്രോഷ്ടാവ്, ക്രോഷ്ടാവ് കുറുക്കനാണ്. പിന്നെ ഫേരവം, ഫേരു, ഫേരു എന്നുള്ളതിൽ നിന്നും കുറുക്കൻ കുറച്ചൊരു ഭീരു ആണെന്ന് ഓർത്താൽ മതി. ഭീരു, ഭേരു ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കുറുക്കൻ്റെ പര്യായമാണ്. ജംബുകം, ഊളൻ, കുറുനരി, ഗോമായു, ശൃഗാലം, ക്രോഷ്ടാവ്, ഫേരവം, ഫേരു ഇതൊക്കെ എന്താ? കുറുക്കനാണ്, കുറുക്കൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ആന, ഇതൊക്കെ SCRT ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ SCRTയിൽ നിന്നും ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആനയുടെ പര്യായ പദങ്ങൾ: 1 ദന്തി, ദന്തി. 2 ഹസ്തി, ഹസ്തി. 3 ഗജം. 4 വാരണം. ദെൻ കരി. അപ്പോൾ ഈ പേരുകളൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഈസിയാണ്. കാരണം ആനയുടെ നിറം എന്താ? കറുപ്പ്. അപ്പോൾ കറുപ്പ് നിറം വെച്ചിട്ട് നമുക്ക് കരി ഓർക്കാം. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആനയുടെ തുമ്പിക്കൈ കൊണ്ട് എത്ര വേണമെങ്കിലും ഇങ്ങനെ വാരിയെടുക്കാൻ പറ്റും. അപ്പോൾ വാരണം.
പിന്നെ ഗജം നമുക്ക് ഓൾറെഡി അറിയുന്നതാ. ഹസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഹസ്തം, ആനയുടെ തുമ്പിക്കൈയും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ ദന്തി എന്ന് പറയുമ്പോൾ ആനയുടെ പല്ല് അല്ലേ, ദന്ത കൊമ്പൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന, ദന്തി എന്നുള്ളതും കിട്ടും. അപ്പം ദന്തി, ഹസ്തി, ഗജം, വാരണം, കരി എല്ലാം എന്താണ്? ആനയാണ്, ആന. ദെൻ ആടിൻ്റെ പര്യായ പദങ്ങളാണ്. ഒന്ന് ചാകം എന്ന് പറയുന്നത്, 2 അജം എന്ന് പറയുന്നത്, 3 മേഷം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. അതായത് നമ്മളിപ്പോൾ ഈ ആടിനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബലി കൊടുക്കാറുണ്ട് അല്ലേ? ചില അമ്പലങ്ങളിലൊക്കെ വഴിപാടായിട്ട് നമ്മൾ കോഴി ഇറക്കലും ആടിറക്കലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആട് എന്ന് പറയുന്നത് ചാകാനായിട്ട് വിധിച്ചിട്ടുള്ളൊരു മൃഗമാണ് അല്ലേ? ബലിയൊക്കെ കൊടുക്കാൻ വേണ്ടി ആടിനെ ബലി കൊടുക്കാറുണ്ട്. അപ്പോൾ ആട് ചാകുന്ന ഒരു മൃഗമാണ് അല്ലേ? എപ്പോഴും അതിന് എന്താണ് ഭയങ്കരമായിട്ട് ബലി കൊടുത്ത് അതിന് ചാകും അല്ലേ? അത് ചാകും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ചാകം എന്നോർക്കാം. അജം പിന്നെ നമുക്കറിയാം അല്ലേ? നമ്മൾ അജ ഗജാന്തര വ്യത്യാസം, ആടും ആനയും തമ്മിലുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അജം ആട് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഇനി മേഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർക്കാം. മേ എന്ന് പറഞ്ഞിട്ടല്ലേ ആട് കരയുന്നേ? ആട് കരയുന്നത് എങ്ങനെയാണ്? മേ എന്ന് പറഞ്ഞിട്ടാണ് കരയുക. ഓക്കെ, അപ്പോൾ ആട്, ചാകം, അജം, മേഷം എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് ഇലയുടെ പര്യായമാണ് ചോദിച്ചിട്ടുള്ളത്. ഇലയുടെ പര്യായം പത്രം എന്ന് പറഞ്ഞാൽ ഇലയാണ്, പർണം എന്ന് പറഞ്ഞാൽ ഇലയാണ്, ദലം എന്ന് പറഞ്ഞാൽ ഇലയാണ്. അപ്പോൾ ഇല, ദലം അത് നമുക്കറിയാം. ദലമർമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇല എന്നുള്ളതാണ്, ദലം അത് നമുക്ക് അറിയുന്നതാ. ഇനി ഇല എന്ന് പറയുന്ന പർണം നമുക്ക് എങ്ങനെ ഓർക്കാം? ഇല കാറ്റത്തൊക്കെ ഇങ്ങനെ പറന്ന് പോകില്ലേ? പറന്ന് പോകും. അപ്പോൾ പർണമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ ഇല, പത്രം, നമ്മൾ ചില സമയത്ത് ഈ ചോറൊക്കെ നമ്മൾ പൊതിയത്തില്ലേ അല്ലേ? വാഴയിലയിൽ വാട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ പൊതിയുന്നത് എങ്ങനെയാ? ന്യൂസ് പേപ്പർ വെച്ചിട്ടല്ലേ നമ്മൾ പൊതിയുന്നത് അല്ലേ? നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഇല വാട്ടിയിട്ട് പത്രമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പേപ്പർ പൊതിഞ്ഞ് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഇലയും പത്രമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇല, പത്രം, പർണം, ദലം. ഓക്കെ, അപ്പോൾ ഇലയുടെ പര്യായങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കുയിലിൻ്റെ പര്യായം എന്ന് പറയുന്നത്, ഒന്ന് കോകിലം എന്ന് പറഞ്ഞാൽ കുയിലാണ്. പരഭൃതം എന്ന് പറഞ്ഞാൽ കുയിലാണ്. അതുപോലെ പികം എന്ന് പറഞ്ഞാലും കുയിലാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം. കോകിലം എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലാണെന്ന് അറിയാം. ഇല്ലെങ്കിൽ കുയിൽ കൂകും എന്നോർത്താൽ മതി. കൂകും കോകിലമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ പരഭൃതം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഓർക്കാം? കുയില് കാക്കയുടെ കൂട്ടിൽ പോയിട്ട് മുട്ടയിടും അല്ലേ? അപ്പോൾ പര എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ അന്യൻ്റെ കൂട്ടിൽ പോയിട്ട് മുട്ടയിടുന്നു. അപ്പോൾ പരഭൃതം അങ്ങനെ ഓർക്കാം. പിന്നെ പികം എന്ന് പറയുമ്പോൾ നമുക്ക് പീക്ക് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഭയങ്കര പീക്കായിട്ടുള്ളൊരു വോയിസ് ആണ് അല്ലേ? കുയിലിൻ്റെ ഭയങ്കര ഒരു കീ എന്നുള്ള ശബ്ദമല്ലേ? പീക്ക് വോയിസ് ആണ് എന്നുള്ള രീതിയിൽ പികം ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കോകിലം, പരഭൃതം, പികം, കുയിൽ എന്നുള്ളത് കിട്ടിക്കോളും. അടുത്തത് കള്ളൻ എന്നതിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? തസ്കരൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്. ദസ്യു എന്ന് പറഞ്ഞാൽ കള്ളനാണ്. മോഷകൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്. അപ്പം എങ്ങനെ ഓർത്തിരിക്കാം? കള്ളൻ, തസ്കരൻ നമുക്കറിയാം. തസ്കര വീരൻ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം തസ്കരൻ കള്ളനാണ്. ചോരൻ, അപ്പം കള്ളനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചോര കളിയായിരിക്കും അല്ലേ? പിന്നീട് അവിടെ ചോര കണ്ടിട്ടൊക്കെയാണ് മാറത്തുള്ളൂ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. കള്ളൻ, ചോരനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ദസ്യു എന്താണ്? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ദസ് എന്ന് പറയുമ്പോൾ എന്താ? 10 അല്ലേ? അപ്പോൾ 10 മണിയൊക്കെ, രാത്രി 10 മണിയൊക്കെ കഴിയുമ്പോഴാണ് കള്ളന്മാരൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ കക്കാനായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ദസ്യു കള്ളൻ. പിന്നെ മോഷകൻ, മോഷ്ടിക്കാൻ വരുന്നു. അപ്പോൾ മോഷകൻ ഓർക്കാലോ. അപ്പോൾ തസ്കരൻ, ചോരൻ, ദസ്യു, മോഷകൻ ഇതൊക്കെ കള്ളനാണ് എന്നത് ഓർത്തിരിക്കുക. അടുത്തത് കഴുത്തിൻ്റെ പര്യായ പദം എന്ന് പറയുന്നത്, ഒന്ന് കണ്ഠം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഗ്രീവം നമ്മൾ പറഞ്ഞു. ഗളം നമ്മൾ പറഞ്ഞു. എന്താണ്? കണ്ഠം, നീലകണ്ഠനെ ഓർത്തു. ഗ്രീൻ ടീ നമ്മൾ കുടിക്കുമ്പോൾ അല്ലേ? അതുപോലെ ഗാർഗിൾ ചെയ്യുമ്പോൾ ഗളകള ശബ്ദം. അപ്പോൾ കഴുത്ത് എന്നുള്ളത് നമ്മൾ അവിടെ പഠിച്ചു. പിന്നെ കടം എന്ന് പറയുന്നതിൻ്റെ പര്യായ പദമാണ്. ഒന്ന് ഋണം എന്ന് പറയുന്നത്. പിന്നെ ഉദ്ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കടമാണ് കേട്ടോ. കടം, ഋണം, ഉദ്ധാരം കടമാണ്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? കടമൊക്കെ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കടം കിട്ടണമെങ്കിൽ നമ്മൾ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആധാരം പണയം വെക്കേണ്ടി വരും. അപ്പോൾ ആധാരം, ഉദ്ധാരം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക.
പിന്നെ ഋണം ഉണ്ടല്ലേ, ഋണം. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് കടമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇച്ച, ഇറ, ഇഞ്ഞൊക്കെ വരയ്ക്കുന്നുള്ള രീതിയിൽ ഇറ് വരയ്ക്കും എന്ന് ഓർത്താൽ മതി കേട്ടോ. റ് വരയ്ക്കും എന്നുള്ള രീതിയിൽ ഋണം. നമ്മൾ പണം കടം വാങ്ങിച്ചിട്ട് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഋണം, ഉദ്ധാരം, ആധാരം പണയം വെക്കണം, റ് വരയ്ക്കണം, കടം. ഓക്കെ, അത് ഓർത്തിരിക്കുക, കടവുമായി ബന്ധപ്പെട്ടത്. ദെൻ നായ എന്നതിൻ്റെ പര്യായ പദം എന്ന് പറയുന്നത് ഒന്ന് സാരമേയം. സാരമേയം എന്ന് പറയുന്നത് എന്താണ്? നായയാണ്. അതുപോലെ കുക്കുരം എന്ന് പറഞ്ഞാൽ നായയാണ്. ശ്വാനൻ, അതുപോലെ തന്നെ ശുനകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നായയാണ്. അപ്പോൾ നമുക്ക് ഈ ശ്വാനനും ശുനകനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ റിംഗ് മാസ്റ്റർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിൽ പറയുന്നുണ്ട് അല്ലേ, ശ്വാനൻ ശുനകൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്കറിയാം. പിന്നെ സാരമേയം കുക്കുരത്തിൽ കുരയ്ക്കുന്നത് ആരാ? നായയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുക്കുരം ഓർത്തിരിക്കാം. സാരമേയം എങ്ങനെ ഓർക്കാം? നായയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാരമായ പരിക്കേൽക്കും അല്ലേ? നമ്മുടെ ശരീരത്തിന് മെയ്യിൽ ഭയങ്കര സാരമായ പരിക്കേൽക്കും. അപ്പോൾ സാരമേയം, കുക്കുരം, ശ്വാനൻ, ശുനകനൊക്കെ നായയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് പന്നിയുടെ പര്യായ പദങ്ങളാണ്. ഒന്ന് വരാഹം എന്ന് പറയുന്നത്. അതുപോലെ സൂകരമാണ് കേട്ടോ. സൂകരം എന്ന് പറയുന്നത് എന്താണ്? പന്നിയാണ്. അതുപോലെ തന്നെ കോലം, ദംഷ്ട്രി ഇതൊക്കെ എന്താണ്? പന്നിയുടെ പര്യായ പദങ്ങളാണ്. അപ്പൊ വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി ഇതൊക്കെ പന്നിയുടെ പര്യായങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി എന്നിവ. ഓക്കെ, അപ്പോൾ ഈ പന്നീനെയൊക്കെ നമ്മൾ എന്താണ്? വരട്ടിയിട്ടല്ലേ കഴിക്കുന്നത്? അപ്പോൾ വരാഹം എന്നുള്ളത് ഓർത്തിരിക്കുക. സൂകരം. അപ്പോൾ സൂകരം എന്ന് പറയുന്നത് എന്താ? എന്ന് പറയുമ്പോൾ നമുക്ക് ആയി ആലോചിക്കാം അല്ലേ? നമ്മൾ സൂലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് പന്നീനെയൊക്കെ കാണാൻ പറ്റുക അല്ലേ? നമ്മൾ കൂടുതലും സൂലൊക്കെ പോകുമ്പോഴാണ് പന്നികളെ കാണാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ സൂകരം എന്നുള്ളത് ഓർക്കാം. പിന്നെ പന്നിയുടെ കോലം അല്ലേ? എന്തൊരു കോലാണല്ലേ പന്നിയുടെ, ആ രീതിയിലൊരു കോലം ആലോചിക്കുക. അപ്പോൾ പന്നിയുടെ കോലം എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ദംഷ്ട്രകളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ദംഷ്ട്രി ഓർക്കാം. അപ്പം പന്നി, വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി ഇതൊക്കെ പന്നിയുടെ പര്യായ പദങ്ങളാണ്. ഇനി അടുത്തത് തലമുടിയുടെ പര്യായ പദങ്ങളാണ്. ഒന്ന് ചികുരം, രണ്ട് കുന്തളം, മൂന്ന് കേശം, നാല് വേണി, അഞ്ച് കജം. ഇതൊക്കെ എന്താണ്? തലമുടിയാണ്. അപ്പം ഇങ്ങനെ ഓർക്കാം, തലമുടി നമ്മൾ ചീകി വെക്കണം അല്ലേ? എപ്പോഴും ചീകി വെക്കണം. അപ്പോൾ ചീകുക, ചിഗുരം. അല്ലെങ്കിൽ തലമുടി നമ്മൾ ചീകില്ലെങ്കിൽ ചിക്ക് വരും എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്താണ്? കെട്ട് പിടിക്കും അല്ലെങ്കിൽ ജട പിടിക്കും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ചിക്ക് വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്ക് അല്ലെങ്കിൽ ചീകണം എന്നുള്ള രീതിയിലൊക്കെ ചിഗുരം ഓർക്കാം. പിന്നെ കുന്തളം അല്ലേ? അഴകാന കൂന്തൽ എന്നൊക്കെ കേട്ടില്ലേ? നമ്മൾ സിനിമയിലെ കോമഡിയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കുന്തളം എന്താണ്? തലമുടിയാണ്. കേശഭാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേശം തലമുടിയാണ്. വേണി എന്ന് പറയുന്നത് തലമുടിയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് വാണിയൊക്കെ ഓപ്ഷനിൽ തരും കേട്ടോ. വാണി എന്ന് പറയുന്നതൊക്കെ തരും. അപ്പോൾ വാണിയല്ല, വേണിയാണ്. വേണി എന്ന് പറഞ്ഞാൽ എന്താണ്? തലമുടി. എങ്ങനെ ഓർക്കാം? നമുക്ക് എല്ലാവർക്കും തലമുടി വേണം എന്നാണല്ലോ ആഗ്രഹം. അപ്പം വേണി ആണ് തലമുടി വേണം എന്നായിരിക്കും ആഗ്രഹം. വാണിയല്ല, വേണം. തലമുടി വേണം എന്നല്ലേ വിചാരിക്കും. അപ്പം വേണി. അടുത്തത് കജം എന്ന് പറഞ്ഞാൽ എന്താണ്? തലമുടിയാണ്. കജം എന്ന് പറയുന്നത് തലമുടിയാണ്. ഓക്കെ, അടുത്തത് മാംസം എന്നതിൻ്റെ പര്യായം എന്ന് പറയുന്നത് ഒന്ന് പിശിതം, അതുപോലെ തന്നെ പലലം. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ പോയെന്ന് വിചാരിക്കും. ഇപ്പോഴല്ലെങ്കിലും പണ്ടത്തെ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങളൊക്കെ നല്ല ലാവിഷായിട്ട് വിളമ്പും. പക്ഷെ മാംസത്തിൻ്റെ ഭാഗം എത്തുമ്പോൾ നല്ല ചിക്കനോ മട്ടനൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് പിശിക്കിയിട്ടാണ് വിളമ്പുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ പിശിതം നമുക്ക് ഓർക്കാം. പിശിക്കി വിളമ്പുന്ന സാധനമാണ് മാംസം. അപ്പോൾ പിശിതം ഓർക്കുക. പിന്നെ ഈ എന്താണ് മാംസമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നേരാക്കുന്നത് എങ്ങനെയാണ്? മുറിക്കുന്നത് എങ്ങനെയാണ്? ഒരു പലകയിൽ വെച്ചിട്ടൊക്കെയാണ് അല്ലേ? ഒരു പലകയിൽ വെച്ച് കൊത്തി മുറിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പലലം നമുക്ക് ഓർക്കാം. പലലം പിശിതം ഒക്കെ നമുക്ക് ഓർക്കാം. ഓക്കെ, പിശിക്ക് വിളമ്പുന്ന ഒരു സാധനമാണ് മാംസം. പലകയിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ പലലം എന്നുള്ള രീതിയിലൊക്കെ ഓർത്തിരിക്കാം. അടുത്തത് ചന്ദ്രൻ എന്നതിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? തിങ്കൾ, പനിമതി,
പനിമതി, ശശി, ശശാങ്കൻ, ദെൻ സോമൻ. ഇതൊക്കെ എന്താണ്? ചന്ദ്രന്റെ പര്യായങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? ചന്ദ്രൻ, തിങ്കൾ എല്ലാവർക്കും അറിയാം, ചന്ദ്രനാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പം തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണെന്ന് അറിയാം. അപ്പം തിങ്കൾ കിട്ടി. ഇനി അപ്പോൾ ബാക്കിയുള്ളത് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ശനിയും ഞായറും സ്കൂളിൽ ലീവാണ് അല്ലേ. അപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വരുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. 2 ദിവസം വീട്ടിലിരുന്നിട്ട് പിന്നെ തിങ്കളാഴ്ച പോകാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ അവർ പറയും എനിക്കിന്ന് പനിയാണ്, ഞാൻ പോകുന്നില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ എനിക്കിന്ന് പനിയൊന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ പനി വരണം, പനി മതിയായിരുന്നു, പോകണ്ടാലോ അങ്ങനെ വിചാരിച്ചിരിക്കും. പക്ഷെ അമ്മമാരെന്ത് ചെയ്യും? നിർബന്ധിച്ച് പോകാൻ വേണ്ടി പറയും. അപ്പോൾ അവരുടെ പ്ലാനൊന്നും നടക്കില്ല. അവർ ശശിയാകും, ശശാങ്കനാവും, സോമനാവും. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ചന്ദ്രൻ, തിങ്കൾ, പനിമതി, ശശി, ശശാങ്കൻ, സോമൻ. ഓക്കെ, ഇതെല്ലാം ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. ഇനി അടുത്തത് ഭാര്യയുടെ പര്യായ പദങ്ങളാണ്. പത്നി, അതുപോലെ തന്നെ ജായ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. അതുപോലെ തന്നെ ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യയാണ്. വല്ലഭ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് കേട്ടോ. ജായ, ദയിത, വല്ലഭ. അപ്പം ഇങ്ങനെ ഓർക്കാം. പത്നി എല്ലാവർക്കും അറിയുന്നതാ, ഭാര്യയാണെന്നുള്ളത്. ജായ, ഭാര്യമാരുടെ ഡ്യൂട്ടി ആണല്ലോ കാലത്ത് എണീറ്റ് എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജായിയായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ദയിത, ഭയങ്കര ദയുള്ള അല്ലേ, ഭാര്യമാരെന്ന് പറയുമ്പോൾ ഭയങ്കര സഹനശക്തിയുള്ളവർ, ദയുള്ളവരാണെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ദയുള്ളവളാണ് ഭാര്യ. പിന്നെ വല്ലഭ, സകലകലാ വല്ലഭയായിരിക്കും അല്ലേ. കുക്കിംഗ് അറിയും, പുറത്ത് ജോലിക്ക് പോകും, മക്കളുടെ കാര്യം നോക്കും, വീട്ടുകാരുടെ കാര്യം നോക്കും. അപ്പോൾ സകലകലാ വല്ലഭയാണെന്നൊക്കെ നമ്മൾ പറയും ഭാര്യമാരെ. അപ്പോൾ വല്ലഭ, ദയിത, ജായ, പത്നി, ഇതൊക്കെ എന്താണ്? ഭാര്യയുടെ പര്യായ പദങ്ങളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പര്യായ പദങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERTയിൽ ചോദിച്ചിട്ടുള്ള, SCERTയുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കുറച്ച് പര്യായ പദങ്ങളുമാണ് പറഞ്ഞു തന്നത്. ഇനി അങ്ങോട്ട് പോകെ നമ്മുടെ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടും അല്ലാതെയും കോഡിലൂടെയൊക്കെ കൂടുതൽ വേർഡ്സ് പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് എങ്കിലും ഇപ്പം നിങ്ങൾ തൽക്കാലം പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. നമ്മുടെ കോഡും കണക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.